ഹലോ, എൻ്റെ വീടിൻ്റെ കോഴിക്കോട് മണ്ടിരുന്ന തേനീച്ചക്കൂട് പൊട്ടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പൊട്ടിക്കാനായിട്ട് കുറേ ബലം പ്രയോഗിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഏട്ടൻ കേട്ടോ. കാരണം ഇത് 2 കൊല്ലത്തോളമായി നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. കുറേ സമയത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ പിച്ചാത്തി കൊണ്ട് അടിച്ചും കൈ കൊണ്ട് വലിച്ചും പറിച്ചും ഒക്കെ അത് ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പ്രതീക്ഷയോടെ ഞാനും ഏട്ടനും കുഞ്ഞും കൂടെ അതിനകത്തോട്ട് ഉറ്റുനോക്കി. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളാകമാനം തെറ്റിച്ചുകൊണ്ട് അതിനകത്ത് ആകെ വളരെ കുറച്ച് മാത്രം തേനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും തേനീച്ച നിനക്ക് കിടക്കാൻ സ്ഥലം തന്നെ, ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു കേട്ടോ. എന്തുവായാലും ആ കിട്ടിയ തേനും കൊണ്ട് ഞങ്ങളൊന്ന് ആശ്വാസപ്പെട്ടു. എന്നിട്ട് പിന്നെ അത് അടച്ചു മൂടി അതിൽ തന്നെ വെച്ച് കേട്ടോ. കാരണം അതിന്റെ കുട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. പിന്നെ തേനീച്ച കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. തേനീച്ച വളർത്തുന്നിടത്ത് കുറച്ച് പൂവും ചെടിയും കായും ഒക്കെ വളർത്തി വെക്കണോ എന്നാൽ മാത്രമേ തേനുണ്ടാവത്തുള്ളൂ. ഇവിടെ ആണെങ്കിൽ ഒരു പൂ പോയിട്ട് ഒരു പൂമരം പോലും ഇല്ലെന്നേ. എന്ത് പറഞ്ഞാലും കിട്ടിയ തേൻ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിൽ എൻ്റെ മോന് ഒട്ടും പിടിച്ചിട്ടില്ല. അതിൻ്റെ ആ കളർ കണ്ടിട്ടാവും കേട്ടോ. എന്തായാലും നല്ലതൊന്നും ഇവനെ പിടിക്കത്തില്ലെന്നേ എനിക്ക് അന്നേരം തന്നെ മനസ്സിലായിന്നേ.